ഓം നമോ നാരായണായ. ഉപാസന കൊണ്ട് ശുദ്ധമായിരിക്കുന്ന ചിത്തം എപ്പോഴും ഭഗവാൻ അറിയുന്നു. അഗസ്ത്യമുനിയെ കാണണമെന്നു ശ്രീരാമൻ ആഗ്രഹം പ്രകടിച്ചപ്പോൾ സുധീഷ്ണൻ പറയുന്നതനുസരിച്ച് അവർ അഗസ്ത്യ മഹർഷിയുടെ അനുജന്റെ വസതിയിലേക്ക് പോയി. വന്ദിച്ചു കൂപ്പി തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു, നിത്യവും ഉപാസനാശുദ്ധമായി ഇരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചുമൻ മന്ത്രോപാസകന്മാരായി നീലഭേട്ടന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം. അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമ ഭവാൻ എന്നെ സേവിക്കാമൂലം പ്രാപിക്കും അല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടോരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്നിച്ചു കൊള്ളുവാൻ എന്താതി നവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും, അസ്തുതേ ഭദ്രമതു തോന്നിയതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ. വാട്ടമെന്നിയെ വസിക്കണമിന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ, പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ. ജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും, വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം